തക്കാളി ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. 2 തക്കാളി, 4 പച്ചമുളക് ഇതിനകത്തേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 ചെറിയ കഷ്ണം വെളുത്തുള്ളി, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മഷിയായിട്ട് അരച്ചെടുക്കണം, ഒട്ടും തരിയില്ലാത്ത രീതിയിൽ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തക്കാളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കടുക് വറുക്കാൻ ആവശ്യമായിട്ട് 2 ചെറിയ ഉള്ളി, 3-4 വറ്റൽമുളക്, കറിവേപ്പില, 1/4 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അരച്ചെടുത്ത അരപ്പിലേക്ക് അരിഞ്ഞെടുത്ത തക്കാളിയും പച്ചമുളകും ചേർത്ത് അടച്ചു വെച്ച് ഈ തക്കാളി പച്ചമുളകും നന്നായിട്ടൊന്ന് വേവണം. ആ കറിയുടെ പച്ച ചുവയും മാറുന്നത് വരെ അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ അടച്ചു വയ്ക്കാം. അപ്പോൾ തക്കാളി പച്ചമുളകും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് ഇതിലേക്ക് കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് എണ്ണയോടുകൂടി കറിയുടെ മുകളിലേക്ക് ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കടുകിടാൻ, ഇല്ലെങ്കിൽ കടുക് പൊട്ടില്ല. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുക്കണം. കരിഞ്ഞൊരു ചുവ കറിക്ക് ഉണ്ടാവും. ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുത്ത് എണ്ണയോടുകൂടി കറിയുടെ മുകളിലേക്ക് ഒഴിക്കാം.